VVIP ആണ് ഇവനെ, VVIP കേട്ടല്ലോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Bernoullis theorem. It states that the total energy of a small amount of an incompressible non-viscous liquid flowing from one point to another along a streamline remains constant throughout its displacement. സിംപ്ലി പറയുവാണെങ്കിൽ then ഇങ്ങനെ എഴുതാം, എന്താ, കൈനറ്റിക് എനർജി പ്ലസ് ഓക്കെ. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി ഈസ് ഈക്വൽ ടു ഈ ബെർണോളിസ് തിയറത്തിന്റെ ഇൻ ഷോർട്ട് ബെർണോളിസ് തിയറത്തിനകത്ത് ഒരു കാര്യം ആലോചിച്ച് വെച്ചോണം, അത് കാണാപ്പാടം പഠിച്ചോണം. velocity is inversely proportional to pressure. ഇത് ഓർത്ത് വെച്ചോണം. മറ്റേ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താ, വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. ഈ ബെർണോളിസ് തിയറത്തിന്റെ ഒരു ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ കൂടുമ്പോൾ വെലോസിറ്റി കുറയും, വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയും. ഓക്കെ ആണല്ലോ, അതെപ്പോഴും ആലോചിച്ച് വെച്ചേക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കൺസെപ്റ്റ് വെച്ച് കുറെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി ഇതിന്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഡെറിവേഷനകത്ത് നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ടത് ഒരു ഓസ് ആണ്. ഓസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആനക്കൊമ്പ് പോലെ കണ്ടോ, ഇങ്ങനെ വരയ്ക്കാം. അത് 3 ഡയമെൻഷനിൽ വരയ്ക്കുന്നത് ഇങ്ങനെ, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഓസ് ആണ് വരയ്ക്കുന്നത്. ഓസിന്റെ ഒരു ചെറിയ പീസാണ്, അതിനകത്ത് വെള്ളം കിടന്നു. പ്രഷർ വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടിയാൽ വെലോസിറ്റി കുറയും, പ്രഷർ കുറഞ്ഞാൽ വെലോസിറ്റി കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, നീ എന്താണ് ഗാർഡനിൽ വെള്ളം അടിക്കുന്ന സമയത്ത് കൂടുതൽ ദൂരം വെള്ളം പോകാൻ നീ എന്ത് ചെയ്യും,
അതായത് അതിന്റെ ടിപ്പിൽ അതിന്റെ ഏരിയ കുറയ്ക്കുമ്പോൾ വെലോസിറ്റി കൂടും ആണോ? അപ്പൊ അവിടെ ഏരിയ ഇസ് ഇൻവേഴ്സ്ലി ഡയറക്ട്ലി അല്ലാതെ ഏരിയ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആണ്. ഇവിടെ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? വെലോസിറ്റി. ഓക്കെ, ഇവിടെ ഏരിയ കൂടിയാൽ ഇവിടെ പ്രഷർ കൂടിയാൽ വെലോസിറ്റി കുറയും, പ്രഷർ കുറഞ്ഞാൽ വെലോസിറ്റി കൂടും. ആ രീതിയിൽ കേട്ടോ, ഓർത്ത് വെച്ചോ. എന്താ വലിയൊരുണ്ട്, അതായത് ഹൈറ്റ് ഉണ്ട്. എന്നിട്ട് ഇതാണ് ഗ്രൗണ്ട് ലെവൽ, ഇത് ഗ്രൗണ്ട് ലെവലാണ്, ഇത് ഗ്രൗണ്ട് ലെവലാണ്. ഈ സൈഡ് ഓസിന്റെ ഈ സൈഡ് ഒരു H1 ഹൈറ്റിലാണ് ഇരിക്കുന്നത്, H1 ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഓസിന്റെ ഈ സൈഡ് H2 ഹൈറ്റിലാണ് ഇരിക്കുന്നത്, H2 ഹൈറ്റിലാണ്. ഓക്കെ, ഇപ്പോഴും ആലോചിച്ചോണം. ഇതൊരു സ്മോൾ ഏരിയ ആണ്, ഈ സൈഡിലെ ഒരു സ്മോൾ ഏരിയ ആണ്. അതേപോലെ തന്നെ എന്താണ് ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് വെള്ളം ഫ്ലോ ചെയ്യുന്നതായിട്ട് ഞാൻ എടുക്കുക. അതായത് ഇത്രയും ഡിസ്റ്റൻസിൽ വെള്ളം ഫ്ലോ ചെയ്യുന്നതായിട്ട് ഞാൻ എടുക്കുകയാണ്. ഇത്രയും ഡിസ്റ്റൻസ് അതിനെ നമ്മൾ ഡെൽറ്റ എക്സ് എന്നാണ് എടുത്തിരിക്കുന്നത്. അത്രയും ഡിസ്റ്റൻസിൽ വെള്ളം ഫ്ലോ ചെയ്യുന്നതായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്, അത്രയും ഡിസ്റ്റൻസ് ഒരു ഡെൽറ്റ എക്സ്. അതേപോലെ തന്നെ ഇവിടെയും ഇത് ഡെൽറ്റ x1 എന്ന് വേണേൽ എടുക്കാം. അതേപോലെ തന്നെ ഇവിടെയും ഒരു കുറച്ച് ഡിസ്റ്റൻസിൽ വെള്ളം ഒഴുകുന്നതായിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. അതിന് ഇത്രയും ഡിസ്റ്റൻസ് വെള്ളം ഒഴുകി പോവാട്ടോ, വെള്ളം ഒഴുകുന്ന ഒരു കേസാണ് പറയുന്നത്. ഓക്കെ, ഇത് ഡെൽറ്റ x2 എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ. വെള്ളം ഇങ്ങനെ ഒഴുകുവാണ്, വെള്ളം ഇങ്ങനെ മണ്ടക്കോട്ട് ഇങ്ങനെ ഒഴുകി പോവാണ്. അപ്പൊ അത് ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വരച്ചു വെച്ചോളൂ. ഓക്കെ, ഈ സൈഡിലുള്ള ഏരിയ A1 ഈ സൈഡിലുള്ള ഏരിയ A2. ഈ സൈഡിൽ വെള്ളത്തിനുണ്ടാകുന്ന പ്രഷർ P1, ഈ സൈഡിൽ ഉണ്ടാകുന്ന വെള്ളത്തിനുണ്ടാകുന്ന പ്രഷർ P2. എപ്പോഴും ആലോചിച്ചോണം. ഏരിയ ഞാനിപ്പോ വരച്ചപ്പോ ഇത് മാറിപ്പോയി. അതായത് മാറിപ്പോയതല്ല, A1 ഗ്രേറ്റർ ദാൻ A2 ആണെന്ന് കൊടുത്തേക്കെ. A1 ഗ്രേറ്റർ ദാൻ A2 ആണെന്ന് കൊടുത്തേക്കെ. A1 ഗ്രേറ്റർ ദാൻ A2 ആയിരിക്കും കേട്ടോ. കേസ് അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, A1 ഗ്രേറ്റർ ദാൻ A2. വരച്ചപ്പോ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെ A1 ഇവിടത്തെ ഏരിയ കൂടുതൽ, ഇവിടുത്തെ ഏരിയ കുറവായി എന്നങ്ങ് വിചാരിച്ചാൽ. ഇത്രയാണ് പടം വരയ്ക്കേണ്ടത്. ഇനിയും ഡെറിവേഷൻ എഴുതേണ്ട കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, നോക്കിക്കോളൂ. നമുക്ക് എന്തോ പ്രൂവ് ചെയ്യേണ്ടത്? A1 ഈ സൈഡിലെ ഏരിയ ആണ്, ഈ സൈഡിലെ ഏരിയക്കാട്ടിലും കൂടുതൽ. വരച്ചപ്പോൾ ഒരിച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് അങ്ങോട്ടേക്ക് എഴുതുക. കൺസിഡർ, പരീക്ഷയ്ക്ക് ഇങ്ങനൊന്നും വലിച്ചു നീട്ടി എഴുതേണ്ട ആവശ്യമില്ല, ഇത് ആദ്യമായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്ന് പഠിപ്പിക്കുന്നതേ ഉള്ളേ. കൺസിഡർ ആൻ ഇൻകംപ്രസിബിൾ non viscous liquid flowing steady through a pipe of varying cross section. Let A and B അത് നമ്മൾ മാർക്ക് ചെയ്തില്ലല്ലോ, A and B. ഓക്കെ, ഇത് ഈ സൈഡിൽ എയും ഈ സൈഡ് ബിയും കൂടെ മാർക്ക് ചെയ്തു. Let A and B are with cross sectional area A1 and A2 respectively. Let V1 and V2 be the velocities and P1 and P2 be the pressure and H1 and H2 be the respective heights from the ground. ഇത്രയും കാര്യങ്ങൾ എഴുതും. വേറെ രണ്ടു മൂന്ന് കാര്യം പറഞ്ഞിട്ട്
അതായത് നമ്മൾ എന്ത് ചെയ്തിരിക്കുക, നമ്മൾ ഓസിനകത്തൂടെ വെള്ളം ഇങ്ങനെ രണ്ട് ഡിഫറെന്റ് ഹൈറ്റിലോട്ട്, അതായത് നമ്മളിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ താഴെ ഒരു ഓസിന്റെ ഒരു സൈഡ് താഴെ കിടക്കുന്നു, ഒരു സൈഡ് മുകളിലോട്ട് നമ്മളിങ്ങനെ പിടിച്ചിരിക്കുന്നു. നമ്മൾ ഓസി വെള്ളം ഒഴിക്കുമ്പോൾ എങ്ങനെയാ താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറിയല്ലേ വരുന്നത്, ആ ഒരു കേസാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ ഏരിയ എന്താണ്, ഏരിയ ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, ഇനി നോക്കിക്കോളൂ, നമുക്ക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എല്ലാം പറയേണ്ടത്. എല്ലാവരും ശ്രദ്ധിച്ചോണം, പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറയുന്നത്. പ്രഷറും ഫോഴ്സും തമ്മിൽ എന്തുണ്ട്, ബന്ധമുണ്ട്. പ്രഷർ ഈസിക്കലും എന്താ, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഓസിന്റെ ഒരു സൈഡിൽ കൂടെ അകത്തേക്ക് ഫ്ലോ ചെയ്യുന്ന വെള്ളത്തിന്റെ ഫോഴ്സ് നമുക്ക് എടുക്കാൻ തന്നെ ഇങ്ങനെ, ഫോഴ്സ് ഫോഴ്സ് ഓൺ ലിക്വിഡ്, ഫോഴ്സ് ഓൺ ലിക്വിഡ് അറ്റ് എ കൂടെ അകത്തോട്ട് കയറുന്ന ഫോഴ്സിന്റെ അല്ലെങ്കിൽ ലിക്വിഡിന്റെ ഫോഴ്സിന്റെ നമുക്ക് F1 എന്ന് എടുക്കാം. അത് പ്രഷറിന്റെ ടേബിൾ എങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ എഴുതും, പ്രഷർ ഈസിക്കൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ ഫോഴ്സ് ഈസിക്കൽ ടു P1 ഇൻറ്റു A1, കാരണം അവിടുത്തെ ഏരിയ A1 ഉം പ്രഷർ P1 ഉം ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ലിക്വിഡ് എന്ത് ചെയ്യും, ലിക്വിഡ് മൂവ് ചെയ്യുമല്ലോ, ഇല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡ്യൂ ടു this force, liquid moves to a distance delta x1. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എഫ് ഫോഴ്സ് അനുഭവപ്പെട്ടു, ഡിസ്പ്ലേസ്മെന്റ് എക്സും ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ അവിടെ വർക്ക് ഡൺ നടക്കുമല്ലോ, ശരിയല്ലേ? കാരണം വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എന്നാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, therefore വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് എ നമുക്കറിയാം ഡെൽറ്റ W1 എന്ന് എടുക്കാം, കാരണം ഇത് ഡെൽറ്റ x1 ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന വർക്ക് എന്ത് തന്നെയായിരിക്കും, ഡെൽറ്റ W1 ആയിരിക്കും. ഈസിക്കൽ ടു നമുക്കറിയാം ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം F1 ഇൻടു എന്താ, ഡെൽറ്റ x1. നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, ഫോഴ്സിന്റെ ഇക്വേഷൻ P1 ഇൻടു A1 ആണ്. അപ്പൊ P1 ഇൻടു A1 ഇൻടു ഡെൽറ്റ x. ഏരിയ ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, ഇത് ഏരിയ ഇൻടു ഹൈറ്റ് അല്ലേ, ഏരിയ ഇൻടു ലെങ്ത് അല്ലേ, ഏരിയ ഇൻടു ലെങ്ത് എന്താ, ഏരിയ ഇൻടു ലെങ്ത് അഥവാ ഏരിയ ഇൻടു ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് എന്താ, വോളിയം ആണ്, ആണല്ലോ. ഓക്കെ, അപ്പം ഏരിയ ഇൻടു ലെങ്ത് എന്ന് പറയുന്നത് വോളിയം ആണ്. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ എന്താ, P1 ഇൻടു വെലോസിറ്റിനെ മറ്റേ ഞാൻ പറഞ്ഞ ഈ വി വെച്ച് റെപ്രസെന്റ് ചെയ്യണമെന്നു, വോളിയത്തിനെ ഈ വി വെച്ച് റെപ്രസെന്റ് ചെയ്യണമെന്നോ പറഞ്ഞത്, അല്ലെങ്കിൽ തെറ്റി, മനസ്സിലായോ? അപ്പം നമുക്ക് ഇവിടെ എന്താ വരുന്നത്, വോളിയം അല്ലേ. വോളിയം പറയുമ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, A1 ഇൻടു എന്ന് നമുക്ക് എങ്ങനെ എഴുതാം, എന്തെന്ന് എഴുതാം, ഡെൽറ്റ വി എന്ന് എഴുതാം, ഡെൽറ്റ വി. ഓക്കെ ആണല്ലോ. ഓക്കെ, വോളിയം അതായത് ഏരിയ ഇൻടു ലെങ്ത് എന്ന് പറയുമ്പോൾ വോളിയം, അല്ലെങ്കിൽ ഏരിയ ഇൻടു ഹൈറ്റ് വോളിയം, അതിനെ ഡെൽറ്റ വി എന്ന് എഴുതുന്നത്. കാരണം എന്താ, ഇവിടെ ഡെൽറ്റ x1 ആയതുകൊണ്ട് അവിടുത്തെ വോളിയം വളരെ ചെറുതായിരിക്കും, അതുകൊണ്ടാണ് ഡെൽറ്റ വി എന്ന് എടുത്തത്. ഓക്കെ ആണോ, ഓക്കെ ആണല്ലോ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, വേർ എന്താ, ഡെൽറ്റ വി ഈസ് ദ വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് എഴുതിക്കും. ഓക്കെ ആണോ, നോക്കിയോ, ഇത് W1 എന്ന് പറയുമ്പോൾ ഏത് സൈഡിൽ നടന്ന വർക്കാ,
എ സൈഡില്. അപ്പൊ എ സൈഡിൽ നടന്ന വർക്ക് നമ്മൾ ചെയ്ത വർക്കാന്ന് വിചാരിച്ചോ. എന്നാൽ ബി സൈഡിൽ വർക്ക് ചെയ്ത വർക്കോ നമ്മളാണോ അവിടെ പോയി ചെയ്യുന്നത്? അല്ല, ഇവിടെ ചെയ്ത വർക്കിന്റെ ഭാഗമായിട്ട് ലിക്വിഡ് അവിടെ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? ലിക്വിഡ് വർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോവാ ഇല്ലേ? അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇത് വലിച്ചു വാരി ഇതേപോലെ എഴുതണ്ട, നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. സിമിലർലി വർക്ക് ഡൺ by the fluid on B. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ W2 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് P2 ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതാം. കാരണം എന്താ? അവിടെ P1 ഇൻറ്റു ഡെൽറ്റ വി ആണ്, ഇവിടെ P2 ഇൻറ്റു ഡെൽറ്റ വി ആണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ നെഗറ്റീവ് എന്താ വന്നേ? നെഗറ്റീവ് വരാൻ കാരണം എന്താ അറിയോ? ഇവിടെ വർക്ക് ചെയ്തത് നമ്മളല്ല, ആ ലിക്വിഡാണ് വർക്ക് ചെയ്തത്. വർക്ക് ഈസ് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ആയതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് വന്നത്. ഓക്കെ, നമ്മൾ എവിടെ വർക്ക് ചെയ്തത്? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഹോസിനകത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ വർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ഇവിടുന്ന് ആ പൈപ്പ് ഓൺ ആക്കിയിട്ട് ആ അറ്റത്താ വർക്ക് ചെയ്തത്. പിന്നീട് ഈ ലിക്വിഡ് തന്നെ വർക്ക് ചെയ്ത് വേറെ ഹൈറ്റിലോട്ട് പോകുന്നത്. മനസ്സിലായോ? അപ്പൊ അത് ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ടാണ് നമ്മൾ എന്തിട്ടിരിക്കുന്നത്? നെഗറ്റീവ് ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ ഈ പറയുന്ന പോലെയൊക്കെ തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. കൂടുതലായിട്ട് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതുക. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് work is done by the fluid. വർക്ക് അവൻ ചെയ്യുന്ന, നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ്, അത് ചെയ്യുമ്പോൾ അതിന്റെ എനർജി കുറഞ്ഞോണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാണ്. അത് നമ്മൾ തെർമോഡൈനാമിക്സിനകത്ത് പഠിക്കും. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഓൺ ദ സിസ്റ്റം, അതൊക്കെ അവിടെ പഠിക്കും. അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അവിടെ പഠിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെറ്റ് വർക്ക് ഡൺ എന്തായിരിക്കും? നെറ്റ് വർക്ക് ഡൺ എന്തായിരിക്കും നോക്കിക്കോ. നെറ്റ് വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു ഈസിക്കൽ എന്തെന്ന് വരും അറിയോ? വർക്ക് കൂടുതൽ എവിടെ ആയിരിക്കും? താഴെയാണോ മുകളിലാണോ? താഴേന്ന് മുകളിൽ പോകാനല്ലേ പാട്. അപ്പൊ വർക്ക് ഡൺ താഴെയാണ്. അപ്പൊ ഡെൽറ്റ W1 ആണ് കൂടുതൽ. മൈനസ് എന്താ? ഡെൽറ്റ W2 ചെയ്യുമ്പോൾ നെറ്റ് വർക്ക് ഡൺ കിട്ടും. ആണല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്കിവിടെ. P1 ഡെൽറ്റ വി മൈനസ് എന്താ? P2 ഡെൽറ്റ വി. ഇവിടെ നമുക്ക് ഡെൽറ്റ വി കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ? P1 മൈനസ് P2 കിട്ടും. ഇതിനെ ഇക്വേഷൻ നമ്പർ 1. എടാ, ഒരിടത്ത് കൂടുതലും ഒരിടത്ത് കുറവുക. അപ്പം റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? കൂടിയത് മൈനസ് കുറഞ്ഞതല്ലേ ചെയ്യുന്നത്? നെഗറ്റീവ് അത് ബൈ ദ സിസ്റ്റം ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നെഗറ്റീവ് ഇടുന്നത്. നെഗറ്റീവ് സൈൻ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ കൈനറ്റിക് എനർജിയുടെ വ്യത്യാസം. ഈ സൈഡ് ഒരു സൈഡിലുള്ള കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ഈ സൈഡിലുള്ള ഹാഫ് എം V1 സ്ക്വയർ. അപ്പുറത്തെ സൈഡിലുള്ള കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താ? ഹാഫ് എം V2 സ്ക്വയർ. ഏതാ കൂടുതൽ? V1 സ്ക്വയർ ആണോ V2 സ്ക്വയർ ആണോ കൂടുതൽ? V2 സ്ക്വയർ ആണ് എന്താണ് കൈനറ്റിക് എനർജിയിൽ കൂടുതൽ. നോക്കിയോ. അപ്പം നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇൻക്രീസ് അല്ല, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? കൂടിയ കൈനറ്റിക്കിന് ഹാഫ് എം V2 സ്ക്വയർ മൈനസ് എന്താ? ഹാഫ് എം V1 സ്ക്വയർ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഹാഫ് എം കോമൺ എടുത്താൽ ബാക്കി എന്തെന്ന് വരും? V2 സ്ക്വയർ മൈനസ് എന്താ? V1 സ്ക്വയർ വരും. ആണോടെ? ആണ്. ഈ വിനെ നിങ്ങൾ ഇങ്ങനെ കെട്ടുപുള്ളി ഇട്ടുള്ള വി വേണം, അല്ലെ മറ്റേതുമായിട്ട് തെറ്റിപ്പോ. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് ഇടുക. ഇത് ഈ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി ആണ് കേട്ടോ. കൈനറ്റിക് എനർജി കൂടുക താഴെ മുകളിലോട്ട് പോകുമ്പോൾ. ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. എന്നാൽ പൊട്ടൻഷ്യൽ എനർജി എവിടെ ആയിരിക്കും കൂടുതൽ? കാരണം ഹൈറ്റ് കൂടുതൽ എവിടെയാണോ അവിടെ ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി കൂടുതൽ. ശരിയല്ലേ? അപ്പം H2 ആണ് അവിടെ ആണ് കൂടുതൽ. അപ്പം അവിടത്തെ എന്താണ് ഇൻക്രീസ് അല്ലെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? പൊട്ടൻഷ്യൽ എനർജി എന്താ? mgh ആണ്. അപ്പം ആ സൈഡ് വരുമ്പോൾ mgh2 മൈനസ് എന്താ?
mg h1 എന്ന് എഴുതാം. ഇവിടുന്ന് mg കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? h2 മൈനസ് h1 എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതാം. ഇക്വേഷൻ 2 സ്ക്വയർ ആക്കാം. ഇത് സ്ക്വയർ ആകത്താണ് ഹാഫ് എം v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. ഇനി നോക്കിയേ, വർക്ക് എനർജി തിയറം എന്തോ പറയുന്നത്? ചേഞ്ചിങ് കൈനറ്റിക് എനർജി ഈസിക്കൽ ടു വർക്ക് ഡൺ, അല്ലെങ്കിൽ വർക്ക് ഡൺ ഈസിക്കൽ ടു എനർജി എന്നല്ലേ ജനറലി പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്ക് അക്കോർഡിംഗ് ടു ഇത്ര എഴുതിയിട്ട് അക്കോർഡിംഗ് ടു ഇവിടെ മുതലുള്ള കാര്യം ശ്രദ്ധിച്ചോണേ. നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ എവിടെ തുടങ്ങാന്നറിയോ? നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ വേണ്ട ആ പടം വരച്ചു കഴിഞ്ഞ് വേണ്ട ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് പരീക്ഷ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ മറ്റൊന്നും വലിച്ചു വരെ എഴുതാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നേ ഉള്ളൂ. മനസ്സിലായി? നിങ്ങൾക്ക് അറ്റ കൈ ഏറ്റവും അവസാനം നിങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും ഇതൊന്നും നിങ്ങൾ ഓർക്കാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വേണ്ട ഇവിടെ നിന്ന് പഠിച്ചാൽ മതി ഡെറിവേഷൻ. ഓക്കെ, പക്ഷേ ഈ W1 P1 ഡെൽറ്റ വി ആണെന്നും W2 P2 ഡെൽറ്റ വി ആണെന്നൊക്കെയുള്ള കാര്യം ഓർത്ത് വെച്ചോണം. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഒന്ന് ഡെറിവേഷൻ എഴുതിയാൽ മതി പരീക്ഷയ്ക്ക്. വേറെ ബെർണോളിസ് തിയറത്തിന് ഡെറിവേഷൻ ചോദിക്കുമ്പോൾ ആ പടം വരയ്ക്കാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുതുക, പരിപാടി കഴിയും. ആ പടം അത് വേണമെങ്കിൽ എഴുതിയാൽ മതി. അത് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എഴുതിയാൽ മതി. മനസ്സിലായി? അല്ലാതെ ഇതുപോലെ തന്നെ എഴുതണമെന്നില്ല. ഓക്കെ, അപ്പം ബോർഡ് എക്സാം അല്ല നിങ്ങളുടെ സ്കൂളിലെ എക്സാമിൽ എഴുതുന്ന സമയത്ത് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്താലും മതി ഡെറിവേഷൻ. ഓക്കെ, അപ്പം നോക്കിയോ, ഇനി അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം നമുക്കറിയാം. നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എനർജി എന്നാ. നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ചേഞ്ച് ആണോ? നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ എല്ലാം എന്തായിട്ട് മാറും? എനർജി ആയിട്ട് മാറും. എനർജി എല്ലാം എന്തായിട്ട് മാറും? വർക്ക് ഡൺ ആയിട്ട് മാറും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നെറ്റ് വർക്ക് ഡൺ നമ്മൾ എന്തോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? ഡെൽറ്റ വി ഇൻറ്റു എന്താ? P1 മൈനസ് P2 ആണല്ലോ. അതേപോലെ ടോട്ടൽ എനർജി എന്താ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? ടോട്ടൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടുണ്ട്. അതായത് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ആണ് ടോട്ടൽ എനർജി. അപ്പം ഹാഫ് എം v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ പ്ലസ് mg ഇൻറ്റു h2 മൈനസ് h1. കണ്ടോ? ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇനി നോക്കി, P1 മൈനസ് P2 ഈ ഡെൽറ്റ വിനെ ഇപ്പുറത്ത് കൊണ്ടുവരാൻ പോകും. ഡെൽറ്റ വിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ഈ രണ്ടാൾക്കാരുമായിട്ടും ഡെൽറ്റ വി ഡിവൈഡ് ചെയ്യേണ്ടി വരും. ശരിയല്ലേ? ഈ ഡെൽറ്റ വിനെ എന്താ ചെയ്യുന്നത്? ഇതിന്റെ ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതത്തില്ലയോ? ഹാഫ് എം v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഡിവൈഡ് ബൈ എന്തെന്ന് എഴുതാം? ഡെൽറ്റ വി പ്ലസ് mg h2 മൈനസ് h1 ഡിവൈഡ് ബൈ എന്തെന്ന് എഴുതാം? ഡെൽറ്റ വി. കാരണം രണ്ട് സൈഡിൽ എഴുതണം, കാരണം രണ്ട് ടേം അല്ലേ. നിങ്ങൾക്കറിയാം മാസ് ബൈ വോളിയം എന്താ ഇവിടെ? മാസ് ബൈ വോളിയം കറക്റ്റാ. ഡെൻസിറ്റി കണ്ടോ? ഈ മാസ് ബൈ വോളിയം എന്താക്കാം? നമുക്ക് ഡെൻസിറ്റി ആക്കാം. അപ്പൊ നോക്കിയോ, ഇവിടെ എന്ത് വരും? P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ഹാഫ് എം റോ v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ പ്ലസ് റോ g h2 മൈനസ് h1. ഓക്കെ ആണല്ലോ? എല്ലാരും നോക്കിയിട്ട് എഴുതിക്കോ. എല്ലാരും ഇവിടെ നോക്കിക്ക്, എഴുതണ്ട. നോക്കിക്ക്, ഇവിടെ P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന അറിയാമോ? ഇവരെ അകത്തോട്ട് കയറ്റാൻ പോകും. അതായത് ഈ ഹാഫ് എം റോയിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. അപ്പൊ എന്ത് വരും? ഹാഫ് എം റോ v2 സ്ക്വയർ മൈനസ് ഹാഫ് എം റോ v1 സ്ക്വയർ. റോ എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയം. സോറി മാസ് പോകും. ഒരു സെക്കൻഡ്, ഇവിടെ ഇതിന്റെ മാസും പോകും. അപ്പുറത്തെ മാസം നമ്മൾ കളഞ്ഞായിരുന്നല്ലോ. ഓക്കെ, മാസ് ബൈ വോളിയം ആണല്ലോ റോ ആയിട്ട് എടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം ഹാഫ് റോ v2 സ്ക്വയർ മൈനസ് ഹാഫ് റോ v1 സ്ക്വയർ പ്ലസ് ഇതെന്താ? റോ g h2 മൈനസ് എന്താ? റോ g h1. ഓക്കെ, ഇനി 1 അല്ല ഒരു സൈഡിൽ കൊണ്ടുവരണം, 2 അല്ല ഒരു സൈഡിൽ കൊണ്ടുവരണം. P1 ഇവിടെ ഉണ്ട്, അത് അവിടെ കിടക്കട്ടെ. ഇനി 1 ആയിട്ടുള്ള ഇവിടെ ഹാഫ് റോ v1 സ്ക്വയർ ആണ്, അവനെ മൈനസ് അത് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ പ്ലസ് എന്താ? ഹാഫ് റോ v1 സ്ക്വയർ. ഇവിടെ മൈനസ് റോ g h1 ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് റോ g h1 ഈസിക്കൽ ടു ഈ P2 നെഗറ്റീവ് P2 നെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു, അപ്പൊ പോസിറ്റീവ് P2. പിന്നെ ഇവിടെ ആര് കിടപ്പുണ്ട്? ഒരു പ്ലസ് റോ പ്ലസ് ഹാഫ് റോ v2 സ്ക്വയർ കിടപ്പുണ്ട് പ്ലസ് എന്താ? റോ g h2 കിടപ്പുണ്ട്. നോക്കിയേ,
ഇത് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി അല്ലേ? ഇനി ഞാൻ തന്ന ഇക്വേഷൻ അത് തന്നെയല്ലേ നോക്കി. പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് ഹാഫ് റോ ജി എച്ച് ഈസിക്കൽ ടു കോൺസ്റ്റന്റ് എന്നല്ലേ തന്നെ? തന്നില്ല, ഞാൻ ഇക്വേഷനും തന്നില്ല. ഓക്കെ, എനിവേ അപ്പൊ നോക്കിയോ. അപ്പൊ ഇവിടെ നോക്കിക്കോണം, ഇവിടെ നോക്കിക്കോണം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി, ഇതെല്ലാം 1 ആ, ഇതെല്ലാം 2 ആ. അതിനർത്ഥം എന്തുവാ? അതായത് ഈ സൈഡിലുള്ള പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും അതേപോലെ പൊട്ടൻഷ്യൽ എനർജിയുടെ സം എന്ന് പറയുന്നത് ഈ സൈഡിലുള്ള പ്രഷർ എനർജി കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞത് എന്തായിരിക്കും? സെയിം ആണ്. അതിനർത്ഥം എന്തുവാ? ഈ ഫ്ലോയിങ് ലിക്വിഡിലുള്ള എല്ലാ പോയിന്റിലും പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെ സം എന്തായിരിക്കും? കോൺസ്റ്റന്റ്. ഇതല്ലേ ബെർണോളിസ് തിയറം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ therefore എന്നിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. therefore P plus half rho v square plus rho g h is equal to constant. നമ്മള് ഇതുവരെ കൈനറ്റിക് എനർജി എങ്ങനെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്? ഹാഫ് എം വി സ്ക്വയർ എന്നായിരുന്നു. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്? എം ജി എച്ച് എന്നായിരുന്നു. പക്ഷെ ബെർണോളിസ് തിയറം പ്രഷറിന്റെ ടൈമിലും ഡെൻസിറ്റിയുടെ ടൈമിലും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ എന്താക്കി മാറ്റി? മാസ് ബൈ വോളിയത്തിനെ ഡെൻസിറ്റി ആക്കി മാറ്റിയത് കൊണ്ടാണ് ആ മാസ് മാറിയിട്ട് എന്ത് വന്നത്? ഡെൻസിറ്റി വന്നത്. റോ വി സ്ക്വയർ റോ ജി എച്ചും വന്നത്. ഓക്കെ ആണല്ലോ? ഇതായിരിക്കും ബെർണോളിസ്. അപ്പൊ നിങ്ങൾ തിയറം എഴുതുന്ന സമയത്ത് എവിടുന്ന് തുടങ്ങിയാൽ മതി. ഡെറിവേഷൻ എഴുതുന്ന സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് തുടങ്ങിയാൽ മതി എന്നുള്ള കാര്യം ഓർത്തു വെച്ചോണം. എവിടാ മറ്റേ P1 മൈനസ് കാണിക്കാനാണോ അതോ പറയാനാണോ? എടാ കാണിക്കാനാണോ പറയാനാണോ? സാർ കാണിക്കാൻ സാർ. അതേണ്ടിതാ ഇവിടെ. ഓക്കെ സാർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ ചെറുതാക്കി കാണിക്കാം എല്ലാം കൂടെ. അലീഷ ഇവിടെ ഉണ്ടോ? അലീഷ നിങ്ങളെ വെഞ്ചൂരി മീറ്റർ പഠിപ്പിച്ചോ സ്കൂളില്? വെഞ്ചൂരി മീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ പറ്റി പഠിപ്പിച്ചോ? ഇല്ല. ആറ്റോമൈസർ പഠിപ്പിച്ചോ? ഇല്ല. എയറോഫോയിൽ പഠിപ്പിച്ചോ? ലിഫ്റ്റ് ഓഫ് ആൻ എയറോപ്ലെയിൻ, എയറോഫോയിൽ. ടെക്സ്റ്റ് റീഡ് ചെയ്ത് ജസ്റ്റ് കേട്ടില്ല. പഠിപ്പിച്ചു, ബട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് റീഡ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ മാഗ്നസ് എഫക്റ്റ് പഠിപ്പിച്ചോ? മാഗ്നസ് എഫക്റ്റ്. ബോൾ സ്പിൻ ചെയ്യുന്നതിനെ പറ്റി അങ്ങനെ എന്തെങ്കിലും? ഓക്കെ, നിങ്ങളെ പഠിപ്പിച്ചോ? നിങ്ങൾ ഈ ചാപ്റ്റർ എടുത്തില്ല, ചാപ്റ്റർ തുടങ്ങിയിട്ടില്ല. ഓക്കെ, നമ്മുടെ സിറ്റാഡലിന്റെ കാര്യം ഒന്ന് പറയാമോ? സിറ്റാഡല് അഭിനവേ, അഭിനവ് ഇവിടെ ഉണ്ടോ? അഭിനവ്, ആര്യലക്ഷ്മി ഒക്കെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അഭിനവ് ഓക്കെ പറഞ്ഞോ. അതായത് നിങ്ങൾ ഇത് വെഞ്ചുരി മീറ്ററോ അല്ലെങ്കിൽ ആറ്റോമൈസറോ അല്ലെങ്കിൽ എയറോഫോയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും
കേട്ടില്ല. പ്ലെയിനിന്റെ ലിഫ്റ്റ് മാഗ്നസ് എഫക്റ്റ് പഠിപ്പിച്ചോ? ഇല്ല. ഇല്ല. ടോറിസലി ലോ ഓഫ് എഫ്ലക്സ് പഠിപ്പിച്ചോ? ഈ ടാങ്കിൽ നിന്ന് വെള്ളം പുറത്തോട്ട് പോകുന്നതിനെ പറ്റി അങ്ങനെ എന്തെങ്കിലും പഠിപ്പിച്ചില്ല? ഇല്ല. ഓക്കെ. ഇതൊക്കെ പഠിപ്പിക്കുക. നിങ്ങളുടെ പുതിയ ഇപ്പം പഠിപ്പിക്കാത്ത പിള്ളേർ പഠിപ്പിക്കുകയാണ് പറയുന്നത്. ഇതെല്ലാം അതിന്റെ ആപ്ലിക്കേഷൻ. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. ഇതൊക്കെ ഡെറിവേഷൻസ് ആവുമല്ലോ. ചില സ്കൂളിൽ ഇത് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ചോദിച്ചത്. സൂര്യഗായത്രി ഒന്ന് പറയാമോ? സൂര്യഗായത്രി സ്കൂളിൽ പഠിപ്പിച്ചോ ഇത്? സൂര്യഗായത്രി ഓക്കെ. അപ്പം എഴുതിക്കോളൂ. ഇത് കഴിഞ്ഞിട്ട് എഴുതിക്കോ. ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറം. നമ്മൾ ആപ്ലിക്കേഷൻ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ ഞാൻ പഠിപ്പിക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറം. അതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആപ്ലിക്കേഷൻ ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതെല്ലാം. അതിനകത്ത് ഇപ്പൊ നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചത് മാത്രമേ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. കാരണം നിങ്ങളുടെ സ്കൂളിലാണല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറം എന്ന് എഴുതിക്കോ. ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറം. ഒന്ന്, lift of an aeroplane. Lift of an aeroplane. Lift of an aeroplane. അത് നമ്മൾ എയറോഫോയിൽ എന്നാണ് പറയുന്നത്. എയറോഫോയിൽ. ഈ ബെർണോളിസ് തിയറം എന്താ പറയുന്നതെന്നാ പറഞ്ഞേ? പ്രഷർ കൂടിയാൽ അല്ല, അതല്ല, മറ്റേ ഞാൻ ഇൻ ഷോർട്ട് ഒരു കാര്യം പഠിച്ചായിരുന്നല്ലോ. പ്രഷർ കൂടിയാൽ വെലോസിറ്റി കുറയും, വെലോസിറ്റി കൂടിയാൽ പ്രഷർ കുറയും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതാണ് ശരിക്കും പറഞ്ഞാൽ വെലോസിറ്റിയുടെ നമ്മുടെ ബെർണോളിസ് തിയറത്തിന്റെ ലോജിക്കലി ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ബോൾ സ്പിൻ ചെയ്യുന്നതിന് കാരണം ബെർണോളിസ് തിയറമാണ്. ഇപ്പം അറിയാലോ, നമ്മുടെ മുത്തയ്യ മുരളീധരനും ഒക്കെ എന്ന് പറയുമ്പോൾ ഷെയ്ൻ വോൺ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പിന്നേഴ്സ് അല്ലെ. ഇപ്പോഴത്തെ ആൾക്കാര് 8 ജന്മം പ്രാക്ടീസ് ചെയ്താലും അവരുടെ അത്രയും എത്താൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഭയങ്കര സ്പിന്നേഴ്സാണ്. പിച്ചിന്റെ ഒരു സൈഡിൽ ബോൾ കുത്തിച്ചു കഴിഞ്ഞാൽ പിച്ചിന്റെ ഇപ്പുറത്തെ സൈഡിൽ ടേൺ ചെയ്തു, അത്രയും ഡിഗ്രി ടേൺ ചെയ്തു പോകും. അത് ഏകദേശം ഒരു എന്താ ഈ പറഞ്ഞ ഒരു 30 ഡിഗ്രി ഒക്കെ ടേൺ ചെയ്യിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അത്രയ്ക്ക് ടേൺ ചെയ്യിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് അവര്. അപ്പൊ അവർ ഈ പറഞ്ഞ ബെർണോളിസ് തിയറത്തിന്റെ കൺസെപ്റ്റ് ആണ് അവിടെ അപ്ലൈ ആവുന്നത്. വിമാനം പറക്കുന്നത് ബെർണോളിസ് തിയറത്തിന്റെ എഫക്റ്റ് കൊണ്ടാണ്. ഒരു ബസ് പറന്നു പോകുമ്പോൾ ആ ബസ്സിന്റെ പുറകിൽ പൊടിപടലങ്ങൾ ഇങ്ങനെ ആ ബസ്സിന്റെ പുറകിൽ ഇങ്ങനെ പറക്കുന്ന കണ്ടിട്ടുണ്ടോ? നാട്ടുവഴികളിലൊക്കെ ഒരു ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കരിയിലെയും അതേപോലെ തന്നെ അതെല്ലാം ഈ ബസ്സിന്റെ പുറകിൽ കൃത്യം ബസ് പോകുന്ന സമയത്ത് ബസ്സിന്റെ പുറകിലോട്ട് പോകും. സൈഡിലുള്ളതും കൂടെ അതിന്റെ പുറകിൽ കൂടെ ഇങ്ങനെ പോകും അല്ലേ? അതെന്തുകൊണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ. മനസ്സിലായോ? പ്ലെയിൻ പറക്കുന്നത് തന്നെ. പ്ലെയിൻ പറക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. മാഗ്നസ് ഇഫക്റ്റ്, അതായത് ടേൺ ചെയ്യുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതേപോലെ ടാങ്കിൽ നിന്ന് വെള്ളം, നമ്മൾ ടാങ്കിൽ ഒരു കിഴുത്ത ഇടുന്ന സമയത്ത് വെള്ളം വളരെ ചെറുതായിട്ടായിരിക്കും പുറത്തോട്ട് വരുന്നത്. ശരിയല്ലേ? ടാങ്കിന്റെ ഏറ്റവും അടിഭാഗത്ത് ചെറിയൊരു കിഴുത്ത ഇട്ട് കഴിഞ്ഞാൽ, ഒരു സൂചിയും കൊണ്ട് ഒരു കിഴുത്ത ഇട്ട് കഴിഞ്ഞാൽ വളരെ ചെറിയ രീതിയിലായിരിക്കും പുറത്തോട്ട് വരുന്നത്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ തന്നെ ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അതും ഡെറിവേഷൻ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കാത്തതുകൊണ്ട് ഈ സ്കൂളിൽ പഠിപ്പിച്ച ഈ സാധനം മാത്രം പഠിപ്പിക്കുകയാണ്. നോക്കിക്കോളൂ. എയറോഫോയിൽ എഴുതിക്കോ. എയറോഫോയിൽ ഈസ് എ സോളിഡ് piece properly shaped so that an upward vertical force act on it when it moves horizontally. When it moves horizontally. അതായത് നിങ്ങൾ ഒരു ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് ഒരു ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതെന്താവും? അത് നേരെ ഹൊറിസോണ്ടൽ ആവുമ്പോൾ ആരാ അതിനെ താങ്ങി പിടിക്കുന്നത്? വിങ്സ് ആണ്. അത് എയർ റെസിസ്റ്റൻസ് ആണ്. അത് അതിന്റെ ആ ഷേപ്പ്, അതിന്റെ ചിറക് കണ്ടിട്ടില്ലേ?
ആ ചിറകിന്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ചിറകിന്റെ ചെറിയ ആ ചിറകിൽ ഒരു കാക്ക വന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലെയിൻ പോയി, പ്ലെയിൻ അപകടം ഉണ്ടാവും. ആ ചിറകില് ചെറിയൊരു കാക്ക വന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷി, അങ്ങനെ ഒത്തിരി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ചിറകിന്റെ കൺസെപ്റ്റ് എന്താണ്, ഈ കൺസെപ്റ്റ് അല്ലെങ്കിൽ ചിറകിലാണ് ഈ ബെർണോളിസ് തിയറം അപ്ലൈ ആകുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് പറയുന്നത് എയറോഫോയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ചിറകാണ്. മനസ്സിലായോ? ഇസ് എ സോളിഡ് പീസ് പ്രോപ്പർലി ഷേപ്ഡ് സോ ആൻ അപ്വേർഡ് വെർട്ടിക്കൽ ഫോഴ്സ് ആക്ട് ഉണ്ട്. മുകളിലോട്ട് ഒരു ഫോഴ്സ് എപ്പോഴും എന്ത് ചെയ്യും, ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെ, എപ്പോഴാ? അത് ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ ആണല്ലോ? അപ്പൊ അതിന്റെ പടം എയറോഫോയിലിനെ നമ്മൾ നടുക്കൂന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയറോഫോയിലിനെ ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചു. നടുക്കൂന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എങ്ങനെയല്ലേ ഇരിക്കുന്നേ? ഇത് ഇങ്ങനെയാണോ, ഇങ്ങനെയല്ലേ അതിന്റെ ചിറക് ഇരിക്കുന്നതാണോ? ഓക്കെ, നടുക്കൂന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇത് എന്താ പറക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മോളിലുള്ള എയർ ലെയേഴ്സ് ഉണ്ടല്ലോ, മോളിലുള്ള എയർ ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരും. കണ്ടോ, ഇങ്ങനെ അടുത്തടുത്ത് വരും, വളരെ അടുത്തടുത്ത്. ഈ കൊണ്ട് ഇങ്ങനെ ഇതിങ്ങനെ പറന്നു പോകുന്ന സമയത്ത് അത് കൊണ്ട് ഇങ്ങനെ ആവുന്നതാണ്, ഇങ്ങനെ വളഞ്ഞു പോകുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണെന്നറിയാമോ, വെലോസിറ്റി കൂടുതലായിരിക്കും. വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ പ്രഷർ എന്തായിരിക്കും? ബെർണോളിസ് തിയറം പ്രഷർ ലോ ആയിരിക്കും. ഓക്കെ ഓക്കെ. എന്നാൽ താഴെയോ, താഴെ ഇതിന്റെ സ്ട്രീം ലൈൻ എയറിന്റെ ഫ്ലോ കാണിച്ചിരിക്കുന്നത്. ഇത് ഇങ്ങോട്ടാണ് എയർ ഫ്ലോ ചെയ്യുന്നത്. വിമാനം ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. വിമാനം ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ എയർ ബാക്കിലോട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെയോ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ വെലോസിറ്റി കുറവാണ്. അപ്പൊ പ്രഷർ എന്താ? പ്രഷർ കൂടുതലാണ്. പ്രഷർ എപ്പോഴും എന്തിനാ ആഗ്രഹിക്കുന്നത്? ഹയർ ഇന്ന് ലോവറിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പം പ്രഷർ ഇവിടെ ഹൈ ആയതുകൊണ്ട് ലോവറിലോട്ട് പോകാൻ ശ്രമിക്കുന്നവരും എന്ത് ചെയ്യും? ഈ ട്രെയിനെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പിടിച്ചോണ്ടേ, പ്ലെയിനെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പിടിച്ചോണ്ടേ. ഇതാണ് സംഭവിക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ മുകളിലോട്ട് അപ്പോൾ ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് കൊണ്ടാണ് അതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, ഇത് പടം വരച്ചു. എന്നിട്ട് താഴോട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബെർണോളിസ് തിയറം തീർക്കാം. പിന്നെ 2 ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. സർഫസ് ടെൻഷന്, സർഫസ് എനർജി, 3 ടോപ്പിക് ഉണ്ട്. എഴുതിയോ ഇതാ? എഴുതിയതാണോടാ? അല്ല സാറേ, മറ്റേ സെക്കൻഡിലെ എഴുതിയിട്ടില്ലായിരുന്നു. Aerofoil is a solid piece properly shaped so that an upward vertical force acts on it when it moves horizontally. അത് കഴിഞ്ഞിട്ട് വരച്ചേ. എയറോഫോയിൽ ഇതിന്റെ ചിറകാണ്. ഈ ചിറകിന്റെ മുകൾ ഭാഗത്ത് എയർ തന്നെ ഈ രീതിയിൽ അടുത്തടുത്ത് വരും. അപ്പൊ വെലോസിറ്റി കൂടും, പ്രഷർ കുറയും. താഴ്ഭാഗത്ത് എയർ ഫ്ലോ ചെയ്യുന്നത് നോർമൽ ആയിട്ടായിരിക്കും. അപ്പൊ വെലോസിറ്റി കുറവായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും. അപ്പം പ്രഷർ കൂടുതലാകുന്ന സമയത്ത് പ്രഷർ കൂടുതലുള്ള ഭാഗത്തുനിന്നും കുറവുള്ള പ്രഷർ ഹൈ എന്ന് എഴുതാം. അപ്പൊ പ്രഷർ കൂടുതലുള്ള ഭാഗത്തുനിന്നും കുറവുള്ള ഭാഗത്തേക്കായിരിക്കും ആക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനെ താങ്ങി പിടിക്കുന്ന രീതിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഇത് ഫോഴ്സ് ആണ് മുകളിലോട്ട്. ഈ 3 ടോപ്പിക് പഠിക്കാനുണ്ട്. ഒന്ന് സർഫസ് ടെൻഷൻ, ഒന്ന് സർഫസ് എനർജി. സർഫസ് ടെൻഷനകത്ത് തന്നെ വരുന്ന എക്സസ് പ്രഷർ ഇൻ ലിക്വിഡ് ഡ്രോപ്പ്, പിന്നെ കാപ്പിലറി റൈസ്. 4 ഡെറിവേഷൻ കൂടെ പഠിച്ചാൽ ചാപ്റ്റർ തീർന്നു. ഈ സ്പ്രേ അടിക്കത്തില്ലേ, നമ്മൾ സ്പ്രേ ഡിയോഡറന്റ് അടിക്കത്തില്ലേ, അത് ഈ ബെർണോളിസ് തിയറം. അതും ബെർണോളിസ് തിയറം. അതിനെയാണ് ആറ്റോമൈസർ എന്ന് പറയുന്നത്. വെലോസിറ്റിയുടെ പ്രഷറിന്റെ വേരിയേഷൻ കൊണ്ടാണ് വരുന്നത്. ഓക്കെ, അത് പഠിക്കാനില്ല. അപ്പൊ പിന്നെ ഞാൻ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അത് നമുക്ക് പഠിക്കാണ്ട്. കണ്ടോ, ഒരു ആറ്റോമൈസർ സ്പ്രേ is used for spraying oil, scent and is based on Bernoulli's theorem. When rubber balloon is pressed, atomizer എന്ന് പറയുമ്പോൾ റബ്ബർ ബലൂൺ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് പഴയ ടൈപ്പ് സാധനം ഇല്ലേ, അതിന്റെ തന്നെ സ്പ്രേ ചെയ്യുന്ന സാധനം. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞെക്കുന്ന സാധനമല്ലായിരുന്നു സ്പ്രേ, ഇങ്ങനെ അടിക്കുന്ന സാധനമായിരുന്നു പണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതവിടെ നിൽക്കട്ടെ. ഇത് അടുത്ത എഴുതിക്കോ. ഇതിന്റെ ബാക്കിയായിട്ട് എഴുതിക്കോ. ഇതിന്റെ ബാക്കിയായിട്ട് when the aerofoil moves
streamlines are closer above it, moves with higher velocity than the streamlines below the aeroplane. Thus the pressure at the top layer is decreased than that at the bottom. Thus pressure difference give rise to an upward lift called dynamic lift for the aircraft. തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ വിൻഡോ സീറ്റിലായിരിക്കുന്നെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഈ അതിന്റെ നിങ്ങൾ കണ്ടായിരുന്നോ ഒന്നെങ്കിൽ അതായത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുന്ന സമയത്തോ അതിന്റെ ഘടന അവർ മാറ്റി. ഫ്ലൈൻ അത് ഒന്നെങ്കിൽ മറ്റേ അതിന്റെ ചിറകിന്റെ മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ അങ്ങോട്ട് ചരിക്കും. അത് നിങ്ങൾ ചോദിച്ചാൽ മോളിൽ പറക്കുന്ന സമയത്താണ് തന്നെ ഇങ്ങനെ ആയിരിക്കുന്നത് അതിന്റെ ഷേപ്പ്, ഇച്ചിരി താഴോട്ട്. മറ്റേ എന്താണ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ താഴെ തന്നെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കും. ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെ ഒരു സാധനം ഇങ്ങനെ തുറന്നു വരും. തുറന്നു വരും. അതെന്തുകൊണ്ടാണ് ഇതിൽ എയർ റെസിസ്റ്റൻസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. മനസ്സിലാക്കുക. അപ്പൊ അവിടെ ബെർണോളിസ് തിയറം ആണ് അപ്ലൈ ആകുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത്രമേ ഉള്ളൂ. ഇനി ടേണിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ടാകും. നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചില്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല. അപ്പൊ അടുത്ത ഹെഡിങ് എഴുതിയോ, സർഫസ് ടെൻഷൻ കൂടെ എഴുതിയിട്ട് നിർത്തിയേക്കാം. ഹെഡിങ് എഴുതിയോ, സർഫസ് ടെൻഷൻ. 2 ക്ലാസ് കൂടെ എടുക്കുക തീരാനെ. It is the property of the fluid by which the free surface of a liquid behave like a stretched elastic membrane having contractive tendency so as to have minimum surface area. Sir, elastic membrane കിട്ടുന്നത്? It is the property of fluid by which the free surface of a liquid behave like a stretched elastic membrane having contractive tendency so as to have minimum surface area. Okay, sir. Surface tension sigma is equal to force by length. അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ എന്തായിരിക്കും? മീറ്റർ ആയിരിക്കും. അതേപോലെ സർഫസ് ടെൻഷന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mt⁻².
ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെള്ളത്തിലാശം എന്ന് പറഞ്ഞാൽ കിണറിനകത്തൊക്കെ ഉള്ള എന്തിനാ പുള്ളി ഇങ്ങനെ മണ്ടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നത്? ആർക്കറിയാം? കാലുള്ളതുകൊണ്ട് കാലുള്ളതുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കാം. നിനക്ക് കാലുണ്ടല്ലോ, നീ ഒന്ന് നിന്ന് കാണിച്ചു. നിനക്ക് 4 കാലിന് വരെ 2 കൈ കൊണ്ടല്ലോ നീ നിന്ന്. വെയിറ്റ് ഇല്ലാത്തോണ്ട് ആയിരിക്കും. ഓക്കെ, ഒരു അഭിപ്രായം വെയിറ്റ് ഇല്ലാത്തോണ്ട്. മെൽവിന്റെ അഭിപ്രായം സർഫസ് ഏരിയ കൂടുതലായിരുന്നു. ഇതൊന്നുമല്ല, സർഫസ് ടെൻഷൻ ഉണ്ട്. വാട്ടർ ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആയിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യാം. അതായത് നിങ്ങൾ ഒരു റബ്ബർ ഷീറ്റ് എടുത്തിട്ട് അതിനെ ഇങ്ങനെ വലിച്ചിങ്ങനെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ അതേലോട്ട് ഇങ്ങനെ എത്ര നിങ്ങളുടെ കൈ ഒന്ന് നിങ്ങളൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഇവിടെ പിച്ചാൻ പറ്റുമോ? ഇല്ല. ഒന്ന് പിച്ചു നോക്കി, പറ്റത്തില്ല. അപ്പം നിങ്ങളൊരു റബ്ബർ എടുത്തിട്ട് നിങ്ങൾ അതിനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നടുക്ക് നിങ്ങൾ എന്തൊരു ഒബ്ജക്റ്റ് വെച്ചാലും അത് നല്ല നമ്മുടെ ടേബിളിന്റെ മണ്ടയ്ക്ക് വെക്കുന്നില്ല. മനസ്സിലായോ? താഴോട്ട് പോകത്തില്ല. നോർമലി റബ്ബർ എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ചുമ്മാ ഒരു സാധനം വെച്ച് എന്ത് സംഭവിക്കും? അത് ഇച്ചിരി താഴോട്ട് വെയിറ്റ് ഉള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് പോകും. ശരിയല്ലേ? അപ്പൊ സ്ട്രെച്ചഡ് ആക്കി വെക്കുമ്പോൾ അപ്പൊ വാട്ടർ എന്നല്ല എല്ലാ ഫ്ലൂയിഡിനും സർഫസ് ടെൻഷൻ ഉണ്ട്. അപ്പം വാട്ടറിന് ഇപ്പൊ ഓയിലിനെ വെച്ച് നോക്കുമ്പോൾ വാട്ടറിന് ഓയിലിന്റെ അത്ര സർഫസ് ടെൻഷൻ ഒന്നുമില്ല. പക്ഷെ വാട്ടർ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതൊരു ഫ്ലൂയിഡ് ആണെങ്കിലും ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അതിന്റെ മോളിക്കുലാർ ലെവലിൽ നമുക്കത് കാണാൻ പറ്റത്തില്ല. അപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതിന്റെ വെയിറ്റിനനുസരിച്ച് അത് ഓരോ ഫ്ലൂയിഡിന് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ഉദാഹരണം പറയാം. സർഫസ് ടെൻഷൻ വളരെ നമ്മുടെ ഇവിടെ ബ്രസീലിൽ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിൽ പോയിട്ട് നമ്മൾ ചാടിയാൽ നമുക്ക് മുങ്ങിപ്പോകത്തില്ല. ഞാൻ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ ഉപ്പുള്ളത്. അപ്പം അതിന് സർഫസ് ടെൻഷൻ കൂടുതലാണ്. പ്ലസ് അതിന്റെ വിസ്കോസിറ്റിയും കൂടുതലാണ്. അപ്പം നമ്മൾ മനുഷ്യന്മാർ പോലും മുങ്ങത്തില്ല. വെള്ളത്തിലാശാനെ പോലെ ഇങ്ങനെ കിടക്കാം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാരണം. അപ്പം സർഫസ് ടെൻഷൻ ആണ് അതിന് മെയിൻ ആയിട്ടുള്ള കാരണം. നിങ്ങൾ ഒരു ബ്ലേഡ് ഇട്ടിട്ട് ബ്ലേഡ് നേരെ ഇടുവാണെങ്കിൽ ആ മുങ്ങിപ്പോ. ബ്ലേഡ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ വെള്ളത്തിനകത്ത് മുങ്ങത്തില്ല. ശരിയല്ലേ? അപ്പൊ ഇത് സർഫസ് ടെൻഷൻ, ബയോൺസി, വിസ്കസ് ഫോഴ്സ് ഇങ്ങനെയുള്ള എല്ലാത്തിന്റെയും കൂടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ വെള്ളത്തിലാശന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പം സർഫസ് ടെൻഷൻ ആണ് അതിന്റെ കാരണം. ഇപ്പൊ ഏതൊരു ഇൻസെക്ട് ആണെങ്കിലും വെള്ളത്തിന് മണ്ടയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? മനസ്സിലായോ? നേരെ കുറച്ച് ധനു പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, ഇല്ലയോ? തന്നെ നിൽക്കാൻ പറ്റത്തില്ല, മുങ്ങിപ്പോവും. ആണോ? ആണ്. ധനു എന്നല്ല, വെയിറ്റ് കൂടിയ ആൾക്കാർ ആരാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ വേറെ ഇതുണ്ടല്ലോ, ആൾക്കാർ ഇന്നലെ ഒരു ഷൂ കണ്ടുപിടിച്ചു. ആ വെള്ളത്തിന് കൊണ്ട് കൂടെ നടക്കാൻ പറ്റും. ഇനി എത്ര വെയിറ്റ് ഉള്ള ആൾ കയറിയാലും പ്രശ്നമില്ല. ഇന്നലെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഒരു പരീക്ഷണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷൂ വെച്ചിട്ട്. അപ്പൊ അത് ഇപ്പൊ പറഞ്ഞാൽ അങ്ങനെ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കുന്ന ഷൂ കണ്ടുപിടിച്ചെന്ന് അത് അതിന്റെ ഒരു സ്റ്റഡി പർപ്പസ് ഇന്നലെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈ സർഫസ് ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലൂയിഡിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനകത്താണ് അവർ കൂടുതൽ എന്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഇഷ്യൂ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ സർഫസ് ടെൻഷന്റെ ബാക്കിയുള്ള ഡെറിവേഷനും കാര്യങ്ങളും ഒക്കെ അടുത്ത ക്ലാസ് പഠിക്കാം. 2 ക്ലാസ് കൊണ്ട് ഈ ചാപ്റ്റർ തീരും.